ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിലൊരു പ്രിവ്യൂ കാണുന്നുണ്ടാവും. അതിനകത്ത് ചെയ്തിട്ടുള്ള കളർ ഗ്രേഡ്, അതേപോലെ തന്നെ മാസ്കിങ്, സ്മൂത്ത് സ്ലോ മോഷൻ, അതേപോലെ തന്നെ മലയാളം ടൈപ്പിംഗ്, ഈ ഒരു 4 സംഭവം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരൊറ്റ ട്യൂട്ടോറിയലായിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മളിവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്കറിയാം, ക്യാപ്കട്ട് ആണ്. അപ്പോൾ ക്യാപ്കട്ടിൻ്റെ പ്രോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് iOS-നകത്ത്. ഇതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് പ്രോ ഫീച്ചേഴ്സ് യൂസ് ചെയ്ത് എങ്ങനെ എക്സ്പോർട്ട് എടുക്കാനുള്ളൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ടെലിഗ്രാമിൻ്റെ ഒരു ലിങ്ക് ഇടാം. എനിക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ എക്സ്പോർട്ട് എടുക്കാനുള്ള മെത്തേഡ് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നുണ്ടാവും. ഓക്കെ, ചെറിയൊരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു മെത്തേഡിനുണ്ട്. കാരണം ഇത് പബ്ലിക് ആയി കഴിഞ്ഞാൽ അതിന് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. സോ നമുക്ക് ചെറിയൊരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു പ്രോ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം അറിയേണ്ടത് ഈ ഒരു വീഡിയോ എങ്ങനെ കളർ ഗ്രേഡ് ചെയ്തു എന്നുള്ളതായിരിക്കും. അപ്പോൾ അത് ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾ ആ ഒരു പ്രിവ്യൂ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി ഒരു ഓവർലേ സെറ്റ് ചെയ്തത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഓവർലേ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഓരോ ക്ലിപ്പും പല അലൈൻമെൻറ്റിലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് റിമൂവ് ആക്കിയിട്ട് കാണിച്ചു തരാം. അതായത് ഈ ഒരു വീഡിയോ ഞാൻ കറക്റ്റ് ചെയ്താൽ കണ്ടോ, സെൻറ്ററിലോട്ട് വെക്കുമ്പോൾ ഓരോന്നും ഓരോരോ പോർഷനിലായിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ നല്ല നല്ല ഭാഗങ്ങളിൽ എനിക്കത് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് അതിനാന്താഹ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പുള്ളിയുടെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ജസ്റ്റ് ഒരു പിക്ചർ എടുത്തിട്ടുണ്ട്. അതായത് ഒരു സ്ക്രീൻഷോട്ട് എടുത്തു ഒരു റീലിൽ കയറിയിട്ട്. ആ ഒരു റീലിൽ കയറിയിട്ട് ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ മാസ്കിൽ വന്നിട്ട് എന്ത് ചെയ്തു, അതിന് ജസ്റ്റ് ഒരു മാസ്ക് സെറ്റ് ചെയ്ത് കൊടുത്തു. അത് ഞാൻ നൗണാക്കി കാണിച്ചെടുക്കാം. അതായത് ഇതാണ് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ടാണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ആഡ് ചെയ്ത ശേഷം ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ മാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്നിട്ട് റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തിട്ട് താഴെ ഇൻവേർട്ട് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നാൽ നമ്മുടെ വീഡിയോൻ്റെ കറക്റ്റാക്കി വെച്ചിട്ട് ഇതേപോലെ അതിൻ്റെ ആംഗിളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു മാസ്ക് അതേപോലെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് ഇതേപോലെ നമുക്ക് അതിനകത്തുള്ള വീഡിയോസ് ഏത് പോർഷനിലാണോ നമുക്ക് വ്യൂവേഴ്സിനെ കാണിക്കേണ്ടത് ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ച് കൊടുത്തു. അതായത് ഇത് കണ്ടോ, ഇപ്പോൾ ഈ ഒരു വീഡിയോ ശരിക്കും എവിടെയായിരിക്കും വരുന്നുണ്ടാവുക, ഇങ്ങനെ ആയിരിക്കും സെൻട്രൽ പോർഷൻ വരുന്നുണ്ടാവുക. അപ്പോൾ എനിക്ക് താഴെ ഈ ഒരു വണ്ടിയും കൂടെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ എന്ത് ചെയ്തു, എല്ലാ വീഡിയോസും അലൈൻ ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഓവർലേ, അതായത് ഒരു ബ്ലാക്ക് ഓവർലേ ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളയാണ്. കാരണം കളർ ഗ്രേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ, ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് പറ്റത്തില്ല. സോ നമുക്കത് കളയാം. അത് കളഞ്ഞ ശേഷം ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെയാണ് കളർ ഗ്രേഡ് ചെയ്തെടുത്തതെന്നുള്ളത് ആദ്യം പറയാം. പിന്നെ ഞാൻ ഈ ഒരു കളർ ഗ്രേഡിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രീസെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോ ഫീച്ചറിൽ വരുന്ന ഒരു പ്രീസെറ്റാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ iOS ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോ എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് ഫിൽറ്ററിനകത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഗ്രേ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഫിൽറ്റർ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് അതിൻ്റെ ടോപ്പിലൂടെ, അതായത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോനകത്തോട്ട് പോകുന്നൊന്നുമില്ല. ഞാൻ ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫിൽറ്റർ എന്ന് പറയുന്നത് ഇതാണ്, ഗ്രേ ഓറഞ്ച്. അതായത് ഇപ്പോൾ ഇതാണ് എൻ്റെ നോർമൽ വീഡിയോ. ഞാൻ ജസ്റ്റ് വിത്തൗട്ട്, അതായത് ഫിൽറ്റർ ഇല്ലാണ്ട്, ഇതാണോ ഒറിജിനൽ എന്ന് പറയുന്ന ഈ ഒരു സംഭവം. വേറെ 2 എഫക്റ്റും കൂടെ ഉണ്ട്. അതും കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ജസ്റ്റ് കളർലെസ് ഫ്ലാഷ് മാത്രമാണ് ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ 2 ഫിൽറ്ററും കൂടെ റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്രേ ഓറഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു ഗ്രേ, അതായത് ഗ്രീൻ കളറിനൊക്കെ എന്തായിരിക്കും, ഒരു ഓറഞ്ച് ടിൻറ്റ് നമുക്ക് ഗ്രീൻ കളറിൽ കൊണ്ടുവരാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഗ്രേ കളർ കുറച്ചും കൂടെ ബെറ്ററായിട്ട് അതിനകത്ത് ഇരിക്കും. സോ അത് നല്ലൊരു അടിപൊളി എഫക്റ്റാണ്. നിങ്ങൾക്ക് പ്രോ ഫീച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രേ ഓറഞ്ച് എന്ന് പറയുന്ന ഈ ഒരു ഫിൽറ്റർ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നല്ല അത്യാവശ്യം എല്ലാ വീഡിയോക്കും സ്യൂട്ടാവുന്ന തരത്തിലുള്ള ഒരു ഫിൽറ്ററാണ് ഈ ഒരു ഗ്രേ ഓറഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ചെയ്തിട്ടില്ല വെച്ച് കഴിഞ്ഞാൽ, അഡ്ജസ്റ്റിനകത്ത് ഞാൻ കുറച്ച് കളർ കറക്ഷൻ, അതായത് സാച്ചുറേഷൻ കുറച്ച് ഒരു -7 ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രൈറ്റ്നെസ്സും കുറച്ച് വെച്ചിട്ടുണ്ട്. കാരണം അത്യാവശ്യം ഓവർ എക്സ്പോഷറാണ്. അതേപോലെ തന്നെ ഗ്രാഫിനകത്ത് ഞാൻ ഒന്നും വേറെ ചെയ്തിട്ടില്ല പ്രത്യേകിച്ച്.
പിന്നെ ഹൈലൈറ്റ് ഞാൻ ജസ്റ്റ് കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്, കാരണം നമ്മൾ ഗ്ലോവും കാര്യങ്ങളും കൊടുക്കുന്ന കാരണം ഹൈലൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗ്ലോ മാത്രം ആയിട്ട് നിൽക്കും. സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈലൈറ്റ് കുറച്ചൊരു 8 അല്ലെങ്കിൽ ഒരു 10 ആ ഒരു സൈസിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈലൈറ്റ് വെച്ചിട്ടുണ്ട്. ഷാഡോസ് നമ്മൾ ഡിക്രീസ് ചെയ്തിട്ടുണ്ട്, കാരണം ഷാഡോ കൊടുക്കുമ്പോൾ വീഡിയോ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. ഷാഡോ ഒരു -10 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് നമ്മൾ കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, കാരണം ആ ഒരു ഗ്ലോ പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4 to 5 കൊടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ബ്ലാക്ക് ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്തിട്ടുണ്ട്, കാരണം ഓവറായിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ സോ ഒരു -5 അല്ലെങ്കിൽ -8 ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ടെമ്പറേച്ചർ ഒരു വാം ടെമ്പറേച്ചർ, കാരണം നിങ്ങൾക്ക് ആ ഒരു ഓറഞ്ച് ടിൻ്റാണ് നമ്മൾ വീഡിയോക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചറും അതിനനുസരിച്ച് കൂട്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ആ ഒരു ഇത് കിട്ടുന്നില്ല, കാരണം ഓറഞ്ച് ടിൻറ്റും അതിനകത്ത് പിന്നെ ബ്ലൂം കൂടെ ആകുമ്പോൾ ആ ഒരു രസം കിട്ടത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടെമ്പറേച്ചർ കൂട്ടിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് ടെമ്പറേച്ചർ കൂട്ടുന്നതോറും നമ്മുടെ വീഡിയോക്ക് ഒരു യെല്ലോയിഷ് കളറും ടെമ്പറേച്ചർ കുറക്കുന്നതോടും ഒരു ബ്ലൂ ടോൺ ആയിരിക്കും നമ്മുടെ ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 5 ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വിഗ്നേറ്റ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്, അതൊരു 10 സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി, ഓപ്ഷനലാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോക്ക് സ്യൂട്ട് ആവുന്നുള്ള കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, അതും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓവർലേ, അതായത് വേറൊരു അഡ്ജസ്റ്റിൻ്റെ ലെയറും കൂടെ കാണാൻ വേണ്ടി പറ്റും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിന് കുറച്ചും കൂടെ ക്വാളിറ്റി തോന്നാൻ വേണ്ടിയിട്ട്, അതായത് കുറച്ച് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് എങ്ങനെയൊക്കെ എത്രത്തോളം ക്വാളിറ്റിയിൽ വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇൻസ്റ്റഗ്രാമിനകത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം കംപ്രഷനും കാര്യങ്ങളും വരും. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഷാർപ്പൻ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്, 15 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ അത്യാവശ്യം ഷാർപ്പം കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ വീഡിയോ എത്രത്തോളം കംപ്രഷൻ ആയിക്കഴിഞ്ഞാലും ആ ഒരു വീഡിയോൻ്റെ എഡ്ജസിലുള്ള ഷാർപ്പൻ കാരണം, അതായത് വീഡിയോൻ്റെ ആ ഒരു എഡ്ജസിനകത്ത് ഓരോ ഷാർപ്പൻ ഉണ്ടാവും. ആ ഒരു ഷാർപ്പൻ എന്താവും, വീഡിയോനകത്ത് കുറച്ചും കൂടെ തിളങ്ങി നിൽക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ കംപ്രസ് ആയത് അവിടെ എന്തായിട്ടില്ല, എഫക്റ്റ് ചെയ്യത്തില്ല വീഡിയോസിനകത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റ് ലെയറും കൂടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഗ്ലോ എഫക്റ്റ് എങ്ങനെ ആഡ് ചെയ്തതെന്നും കൂടെ ജസ്റ്റ് പറഞ്ഞുതരാം. അതിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള എഫക്റ്റ് എന്ന് പറയുന്നത് കളർലെസ് ഫ്ലാഷ് ആണ്. അല്ലെങ്കിൽ ജസ്റ്റ് കളർ ഗ്രേഡ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാൻ വീഡിയോ എഫക്റ്റിനകത്ത് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ കളർലെസ് ഫ്ലാഷ് എന്ന് പറഞ്ഞിട്ടൊരു എഫക്റ്റ് ഉണ്ട്, അതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കളർലെസ് ഫ്ലാഷ് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, കളർലെസ് ഫ്ലാഷ് ഞാൻ എടുത്ത് വീഡിയോക്ക് അനുസരിച്ച് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം 100. ഓക്കെ, പിന്നെ ഇതിൻ്റെ താഴെ സ്പീഡ് ഉണ്ടാവും, അത് 0 ആക്കി കൊടുക്കുക. 0 ആക്കി കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്ലോ കളേഴ്സ് മാറ്റാൻ വേണ്ടി പറ്റും. അതായത് ഒരു 50 റേഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു യെല്ലോ കളർ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഗ്ലോ കളേഴ്സ് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിന് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക മതി. ഇപ്പോൾ ഗ്ലോ എത്രത്തോളം, പിന്നെ എത്രത്തോളം റേഞ്ചിനകത്ത് നമുക്ക് ഈ ഒരു ഗ്ലോ വേണമെന്നുള്ളതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് മലയാളം ടൈപ്പ് ചെയ്യുന്നത്, അതായത് ക്യാപ്കട്ടിൽ എങ്ങനെയാണ് മലയാളം ടൈപ്പ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആഡ് ടെക്സ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് മലയാളം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇപ്പം മലയാളം ചില അക്ഷരങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ യാ എന്ന് പറയുന്ന ആ ഒരു അക്ഷരം ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അതിനകത്ത് ആ ഒരു പ്രശ്നത്തെ, അതായത് ആ ഒരു പ്രോബ്ലത്തെ നമ്മൾ സെറ്റാക്കി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഫോണ്ട് ഉണ്ട്. ഫോണ്ടിനകത്ത് നമ്മളൊരു മലയാളം ഫോണ്ട് ആഡ് ചെയ്ത് വെക്കണം. സോ ഇവിടെ നിങ്ങൾക്ക് ആഡ് ഫോണ്ട് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ഓൾറെഡി മലയാളം ഫോണ്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് മലയാളം ടൈപ്പ് ചെയ്ത് നോക്കാം. കണ്ടോ, വേറെ എന്തൊക്കെയാണ് വരുന്നത്. അല്ല, ഇപ്പോഴും മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ യാ എന്നുള്ള അക്ഷരം വന്നിട്ടില്ല. അപ്പോൾ ഇനി എങ്ങനെ അതിൻ്റെ സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങൾ സഫാരി ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് malayalamfont.com എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിനകത്ത് വരിക. ഈ ഒരു വെബ്സൈറ്റിനകത്ത് വന്നു കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് ഓൾറെഡി ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് സംഭവം വെച്ചിട്ടുണ്ട്, അത് കാരണമാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് മലയാളം ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടോ, ഇവിടെ ഇഷ്ടംപോലെ മലയാളം ഫോൺസ് ഉണ്ടാവും. അതിൻ്റെ ഒരുപാട് എക്സാമ്പിളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഹാൻഡ് റൈറ്റിംഗ് ഫോണ്ട് അത് വേണ്ട, നമുക്കിതിനകത്ത് ഈ ഒരു ഹെഡ്ലൈൻ ഫോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫസ്റ്റത്തെ ഫോണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഡൗൺലോഡിന് കൊടുക്കാം. ഡൗൺലോഡ് എന്ന് പറയുന്ന ആ ഒരു ഫോൾഡറിൽ ആ ഒരു വെബ്സൈറ്റിനകത്തോട്ട് കയറി കഴിഞ്ഞ് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ
ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു കോഡ് ഉണ്ട് 83358 എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ നിങ്ങളതിനകത്ത് ഒരു കോഡ് വരും. ആ ഒരു കോഡ് നിങ്ങൾ ജസ്റ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡൗൺലോഡ് നടന്ന ഈ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ FML പത്മനാഭ, അതായത് നിങ്ങളുടെ ഫോണിൻ്റെ പേര് bold.ttf എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിൽ നിങ്ങളുടെ ആ ഒരു ഫോണ്ട് ഡൗൺലോഡ് ആവും. ഓക്കെ, ജസ്റ്റ് ഡൗൺലോഡ് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാൽ നമുക്ക് ക്യാപ്കട്ടിനകത്തോട്ട് കയറുക. ക്യാപ്കട്ടിൽ കയറിയിട്ട് ഫോണ്ട് നല്ല ഭാഗം സെലക്ട് ചെയ്യുക. ഇവിടെ ആഡ് ഫോണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റീസെൻറ്റിൽ വന്നിട്ട് നമ്മുടെ ഫോണ്ട് ഇല്ലേ ജസ്റ്റ് ഇതിനകത്തോട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണ്ട് ഇവിടെ ഉണ്ടോ, ഞാനിവിടെ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ എന്താവും, അത് ആഡായിട്ട് വരും. ഓക്കെ, ഇപ്പോൾ ഇത്രയും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും സഫാരി ബ്രൗസറിൽ പോയിട്ട് ഇവിടുന്ന് രതീഷ്.in എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. അതൊരു വെബ്സൈറ്റാണ്, മലയാളം യൂണിക്കോഡ് അതായത് സെറ്റ് ചെയ്തെടുക്കുന്ന ഒരു വെബ്സൈറ്റാണ്. നമുക്ക് ആ ഒരു വെബ്സൈറ്റിനകത്തോട്ട് കയറേണ്ട ആവശ്യമുണ്ട്. ഇനി ഇവിടെ കയറിയിട്ട് നമ്മൾ ജസ്റ്റ് മലയാളം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒറ്റ എന്നുള്ള ആ ഒരു സംഭവം മാത്രമാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഒറ്റ, അതായത് മൈൻഡ് എന്നുള്ളത് ഞാൻ ഇംഗ്ലീഷിലും ഒറ്റ എന്നുള്ളത് ഇങ്ങനെ മലയാളത്തിലാണ് കൊടുക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് കോപ്പി ബിലോ ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നിട്ടുണ്ട്. അതായത് ഒറ്റ നമ്മൾ മേളിൽ മലയാളത്തിൽ എഴുതി കൊടുത്തു, താഴെ ഒരു കോഡ് പോലെ വന്നിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഇവിടെ ഈ ഒരു കോപ്പി ചെയ്യാൻ എൻ്റെ ഞെക്ക് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട്. ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ വരും. ഓക്കെ, അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഫോണ്ടിലോട്ട് വരിക. ഫോണ്ടിൽ വന്ന് ആഡ് ഫോണ്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നേരത്തെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള മലയാളം ഫോണ്ടില്ലേ അത് ജസ്റ്റ് ഒന്ന് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ ഒറ്റ എന്നുള്ള കറക്റ്റായിട്ട് മലയാളം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇനി മലയാളം, അതായത് എന്നുള്ള അക്ഷരമൊക്കെയാണല്ലോ നേരത്തെ വരാണ്ടുന്നത്, അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, മലയാളം കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഒരു കോഡ് പോലെ കിട്ടിയിട്ടുണ്ട്. കോഡ് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു സ്പേസ് ഇട്ടിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, മലയാളം എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ബ്ലാക്കിലോട്ട് വെച്ച് കാണിച്ചു തരാം. മലയാളം എന്നുള്ളതും പ്രോപ്പറായിട്ട് തന്നെ അവിടെ എഴുതി വന്നിട്ടുണ്ട്. എന്നും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോപ്പറായിട്ട് എഴുതി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീഡിയോസിനകത്തോട്ട് മലയാളം ഫോണ്ടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ക്ലിപ്പ് ഞാൻ ജസ്റ്റ് എഡിറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതായത് ക്ലിപ്പിനൊരു സ്പീഡ് റാമ്പ്, അതായത് സ്ലോ മോഷനും വേണം സ്പീഡും വേണം. എങ്കിലും നമ്മുടെ വീഡിയോൻ്റെ ഡ്യൂറേഷൻ ചേഞ്ചും ആവാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ ഒരു ഗ്രാഫ് എഡിറ്റർ വെച്ചിട്ട് നമ്മൾ ഡ്യൂറേഷൻ ചേഞ്ച് ആവാണ്ട് ഒരു സ്മൂത്ത് സ്ലോ മോഷൻ കൊടുക്കുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതിനായിട്ട് പറ്റിയൊരു കർവാണ്. അത് ആരും ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല, വേറെ ഒരു ട്യൂട്ടോറിയലിനകത്തും കണ്ടിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഹിഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബോണസ് ആയിട്ടുള്ള ഐറ്റം നിങ്ങൾ കൂട്ടിക്കോ. ജസ്റ്റ് കസ്റ്റമറിനകത്ത് വരിക. എന്നിട്ട് നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോൻ്റെ ഫസ്റ്റത്തെ ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഇത് കണ്ടോ, ഞാൻ ഇതിൻ്റെ കർവ് ഒഴിവാക്കിയപ്പോഴും ഇതിൻ്റെ ഡ്യൂറേഷൻ 1.5 ആണ്. ഇനി അത് തിരിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ നോക്കുമ്പോൾ 1.5 ആണ്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഇതേപോലെ ആയിരിക്കും നിങ്ങൾ കർവ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു 1 2 3 4 5 പോയിൻറ്റ്സ് ഇതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ പോയിൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 0.4 സെക്കൻഡിലോട്ട് മാറ്റുക, 0.4x മാറ്റുക. എന്നിട്ട് ഫസ്റ്റത്തെ പോയിൻ്റ് എടുത്തിട്ട് നിങ്ങളൊരു 1.4 മാറ്റുക, 1.4. ഓക്കെ, ഇനി ഈ ഒരു തേർഡ് പോയിൻ്റ് എടുത്തിട്ട് നിങ്ങൾ ഏറ്റവും കുറക്കുക, അതായത് 0.3 സെക്കൻഡ് 0.3x ആക്കി കൊടുക്കുക അതിൻ്റെ സ്പീഡ്. അതിനേക്കാൾ അവിടെ ഒരു പോർഷനിൽ നമുക്ക് സ്റ്റെക്ക് വരും. ഇനി നമ്മൾ ഈ ഒരു സെക്കൻഡ് വണ്ടില്ലേ, ഇത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 1.7 അല്ലെങ്കിൽ 1.8 അത്യാവശ്യം പെട്ടെന്ന് ഇതാണല്ലോ ഈ ഒരു പോർഷനിൽ സ്പീഡിൽ വന്നിട്ട് ഇവിടുന്ന് അത്യാവശ്യം സ്ലോമോ വന്ന് വീണ്ടും ആ ഒരു വീഡിയോ ഗ്രാജുവലി സ്പീഡ് കൂടിയിട്ട് എന്താവും, എൻഡായി പോകും. അങ്ങനെയാണ് ഈ ഒരു ഗ്രാഫ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളൊന്നും ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്ലിപ്പ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബീറ്റിന് വെച്ച് കട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് സ്ലോ മോഷനും സ്പീഡപ്പും ആ ഒരു സ്പീഡ് റാമ്പ് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഡ്യൂറേഷൻ ചേഞ്ച് ആകുമോ എന്നുള്ളൊരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് എന്തായാലും ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കൊന്നും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.